ഈ സ്ഥലത്തുനിന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം പൂർണ്ണമാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. കാരണം അത്രത്തോളം ദുഷ്കരമാണ് ഈ ഓടയിലേക്ക് വെള്ളം റോഡിൽ ഒഴുകുന്നത്. അത്രയും ദുഷ്കരമായ ഒരു മോശമായ അവസ്ഥയാണ്. ദീർഘനാളുകളായി ജനങ്ങളെ ദുരിതത്തിലാക്കിയ ബാലരാമപുരം കാട്ടാക്കട റോഡിലെ മലിനജലമൊഴുക്കിന് പരിഹാരമാകുന്നു. ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് PWDക്ക് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2 ആഴ്ചയിലേറെയായി ജനങ്ങളെ ദുരിതത്തിലാക്കിയ മലിനജലമൊഴുക്കിനാണ് പരിഹാരം കാണുന്നത്. പഞ്ചായത്തിൻ്റെ ഇടപെടൽ ബലം കണ്ടു എന്ന വിശ്വാസത്തിലാണ് നാട്ടുകാരും. റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണെടുത്തതിലാണ് ഈ ഓട ഇങ്ങനെ മൂടാൻ കാരണമായത്. അപ്പോൾ 22-ാം തീയതി നമ്മൾ ബന്ധപ്പെട്ട PWD അധികാരികളെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് PWD തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസറുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കം നെയ്യാറ്റിൻകര PWD ഓഫീസിൽ പോയി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതി കൊടുത്ത മുൻഗണനത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ശക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ന് PWD ഇന്ന് തന്നെ അതിന്റെ ബന്ധപ്പെട്ട ഓവർസിയർ അടക്കമുള്ള ആൾക്കാർ എത്തിച്ചേർന്നുകൊണ്ട് ഈ ഓടയുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടിയന്തരമായി ഇന്നുകൊണ്ട് തന്നെ പണി പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഈ വാർഡ് മെമ്പർ അടക്കം ഈ സ്ഥലത്തുനിന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം പൂർണ്ണമാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. കാരണം അത്രത്തോളം ദുഷ്കരമാണ് ഈ ഓടയിലേക്ക് വെള്ളം റോഡിൽ ഒഴുകുന്നത്. അത്രയും ദുഷ്കരമായ ഒരു മോശമായ അവസ്ഥയാണ്. എന്നാൽ ആരോഗ്യസ്ഥിതി പരിപാലിച്ചുകൊണ്ട് ഈ മുഴുവൻ കടകൾക്കും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകുകയും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കൂടെ തീരുമാനമെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് 22-ാം തീയതി മുതൽ ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട 22-ാം തീയതി കത്ത് നേരിട്ട് കൊണ്ട് PWD നെയ്യാറ്റിൻകര ഓഫീസിൽ കൊടുത്തതാണ്. 12-ാം തീയതി കൊടുക്കുകയും നമ്മളിത് അതോടൊപ്പം തന്നെ ഫാക്സ് അയക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ഇതിന് പരിഹാരം കണ്ടില്ലാതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം ബന്ധപ്പെട്ട ഓഫീസുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അടിയന്തര നടപടി സ്വീകരിക്കുന്നത് പറഞ്ഞതാണ്. ഇത്രയും താമസിക്കുന്നത് ഞങ്ങളും കരുതിയില്ല. പക്ഷെ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ വിഷയം, രാഷ്ട്രീയ പ്രേരിതമാണ്. പഞ്ചായത്തിന് ഈ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പഞ്ചായത്തിനകത്തുള്ള രാഷ്ട്രീയ പ്രതിനിധികൾക്കും ഈ വിഷയം എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. ഒരു പൈസ പോലും PWD നിർദ്ദേശമില്ലാതെ പഞ്ചായത്തിന് ചെലവഴിക്കാൻ കഴിയില്ല. അങ്ങനെ ചെലവഴിച്ചാൽ ആ പൈസ വീണ്ടും പഞ്ചായത്തിന് എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ തന്നെ കയ്യിൽ നിന്ന് വെക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് ഈ കാലതാമസം. അതുകൊണ്ടാണ് തുടർച്ചയായി PWDയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും ഒരു നയാ പൈസ പോലും PWD വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ചെലവഴിക്കാൻ സാധിക്കില്ല. പഞ്ചായത്ത് അങ്ങനെ വർക്ക് എടുത്ത് ചെയ്യണമെങ്കിൽ PWD നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അനുവാദം തന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. പഞ്ചായത്തിന് പറ്റിയ വർക്ക് ചെയ്യാം. PWD ചെയ്യുന്ന ഒരു വർക്കിന്മേൽ പഞ്ചായത്തിന് പറ്റിയ വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് ചെയ്യേണ്ട വർക്കുകൾ, PWD ചെയ്യേണ്ട വർക്കുകളെ സംബന്ധിച്ച് PWD തന്നെയാണ് ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ PWD പഞ്ചായത്തിന് അനുവാദം തരണം ചെയ്തുകൊള്ളാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തുക അനുവദിക്കാൻ സാധിക്കും. പക്ഷെ തീർച്ചയായും PWD അങ്ങനെ അനുവാദം നമുക്ക് തന്നിട്ടില്ല. ഇന്നുകൊണ്ട് ഇത് മഴക്കാലമാണ്, നിരവധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇതിന് ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് വിധേനയായാലും പഞ്ചായത്ത് ഈ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചത്. കൊടികൾ കെട്ടിയിരിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ കൊടി കെട്ടിയവർക്കും അറിയാം പഞ്ചായത്തിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഇലക്ഷൻ കാലമായതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുന്ന ഒരു പണിയാണത്. അത് യാതൊരു അർത്ഥവുമില്ല. ഇന്ന് മുതൽ പണി ആരംഭിക്കുകയാണ്. പണി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പൂർത്തിയാക്കുമെന്നവർ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റ് കൂടി ഇതിനകത്ത് കടന്നു വരികയാണ്. അത് വളരെ ഗൗരവമായി പരിശോധിക്കും. ബന്ധപ്പെട്ട ഹോട്ടലുകൾക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന വേസ്റ്റുകളാണ് റോഡിലേക്ക് ഒഴുകുന്ന ഒരു ആക്ഷേപം പൊതുജനങ്ങൾക്ക് ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി പരിശോധിക്കും.